Hi students, welcome to ASF Academy. I am Femi. Today we are discussing about offer and features of valid offer. ഓഫറും അതേപോലെ എസെൻഷ്യൽ അല്ലെങ്കിൽ ലീഗൽ റൂൾസ് ഓഫ് വാലിഡ് ഓഫർ എന്നുള്ളത് ബിസിനസ് റെഗുലേഷനിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു ഏരിയ ആണ്. ഷോർട്ട് എസ്സേക്കൊക്കെ വളരെ ചാൻസസ് കൂടുതലുള്ള ഒരു ഏരിയ ആണ്. ഈ ഏരിയ ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ഓഫർ എന്താ നോക്കാം. നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആയിട്ടുള്ള ബേസിക് പഠിച്ച സമയത്ത് എസെൻഷ്യൽ എലമെന്റ് ഓഫ് കോൺട്രാക്ട് പഠിച്ചിരുന്നു. അതിൽ വൺ ഓഫ് ദ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് എസെൻഷ്യൽ എലമെന്റ് ആയിരുന്നു ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. അപ്പൊ ഏതൊരു എഗ്രിമെന്റും ഓഫറും സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അവിടെ ഒരു ഓഫറും അക്സെപ്റ്റൻസും ഉണ്ടാവുമ്പോഴാണ്. ആൻഡ് ഓഫർ ആൻഡ് its acceptance is the starting point in the making of agreement. ഒരു എഗ്രിമെന്റ് മേക്ക് ചെയ്യുന്ന ടൈമിൽ അവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു ഓഫറും അതിന്റെ അക്സെപ്റ്റൻസും ആണ്. അപ്പൊ ഓക്കെ, അപ്പൊ എന്താണ് ഓഫർ നോക്കാം. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ ഓഫർ സെക്ഷൻ 2ലാണ് ഡിഫൈൻ ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ എ ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ഡിഫൈൻഡ് എ പ്രൊപ്പോസൽ ആസ്. ഓഫറിനെ ഇന്റർചേഞ്ചബിളി നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു വേർഡാണ് പ്രൊപ്പോസൽ എന്ന് പറയുന്നത്. നമ്മുടെ ലോയില് ഓഫറിന് പകരം പ്രൊപ്പോസൽ എന്ന വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ when one person signifies to another his willingness to do or to abstain from doing anything with a view to obtaining the assent of that other to such act or abstinence is said to make a proposal. അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വില്ലിങ്നെസ് അറിയിക്കുകയാണ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള വില്ലിങ്നെസ് അറിയിക്കുകയാണ്. എന്ത് വ്യൂ വെച്ചിട്ട്? ആ ഓപ്പോസിറ്റ് പാർട്ടി ആ കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള അനുമതി അല്ലെ പെർമിഷൻ, അസെന്റ് എന്ന് പറഞ്ഞ പെർമിഷൻ തരുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇദ്ദേഹം അവരുടെ വില്ലിങ്നെസ് അറിയിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, പ്രൊപ്പോസൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെന്റൻസ് ഒന്നും കൂടി ഞാൻ ഈ പറഞ്ഞ മീനിങ് നമുക്ക് ആ സെന്റൻസ് ബൈ ഒന്നും കൂടി പറഞ്ഞുതരാം. when one person signifies to another his willingness. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് അദ്ദേഹത്തിന്റെ വില്ലിങ്നെസ് അറിയിക്കുകയാണ്. എന്തിനുള്ള വില്ലിങ്നെസ്? ടു ഡു, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ, ടു abstain from doing anything, എന്തെങ്കിലും കാര്യം ചെയ്യാതിരിക്കാനോ ഉള്ള വില്ലിങ്നെസ്. എങ്ങനെ? വിത്ത് എ വ്യൂ ടു, എന്ത് ഉദ്ദേശത്തോടു കൂടി? വിത്ത് എ വ്യൂ ടു obtaining the assent to the obtain the assent of that other. അതായത് മറ്റേ വ്യക്തിയുടെ കയ്യിന് അസെന്റ്, പെർമിഷൻ അല്ലെ അനുമതി പറയുന്ന അനുമതി അല്ലെ പെർമിഷൻ, മറ്റേ ആൾക്ക് ഇതിന് സമ്മതം കിട്ടും എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് എന്ത് ആ കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള സമ്മതം അല്ലെങ്കിൽ പെർമിഷൻ അല്ലെങ്കിൽ അനുമതി കിട്ടും എന്നുള്ള ഉദ്ദേശത്തോട് കൂടി എനിക്കത് ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള സമ്മതമുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ എന്താണ്? he is make a proposal. അപ്പൊ ആ വ്യക്തി എന്ത് ചെയ്തു? പ്രൊപ്പോസൽ മേക്ക് ചെയ്തു. ഈ ഒരു ഡെഫിനിഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഇതിന്റെ 1 by 1 ഞാൻ വേർഡ്സ് വെച്ചിട്ട് പറഞ്ഞു തന്നത്. ഇങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെ എളുപ്പമാണ്, സിമ്പിൾ ആണ്. കാരണം അതിൽ സംഭവം വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി എന്നുള്ളൂ. ഓക്കെ, അപ്പൊ മനസ്സിലായാലോ? ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള എന്റെ വില്ലിങ്നെസ് ഞാൻ മറ്റേ ആളോട് പറയാണ്. ആ വ്യക്തിക്ക് അത് ഞാൻ ചെയ്യുന്നതിനോ ചെയ്യാതിരിക്കുന്നതിനുള്ള സമ്മതം തരും എന്നുള്ള എന്റെ ഉദ്ദേശത്തോട് കൂടിയിട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഓഫർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓഫറിനെ കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ നമ്മൾക്ക് പറയാം. ഇതിൽ 2 വ്യക്തികൾ ഉണ്ടാവും. ഓഫറിൽ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ എപ്പോഴും രണ്ടിൽ കൂടുതലോ വ്യക്തികൾ വേണം. അതായത് ഒരാൾ ഓഫർ ചെയ്ത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേറൊരു വ്യക്തി വേണമല്ലോ. അതാണ് ഓഫറിന്റെ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. അതേപോലെ ഇതിൽ ഓഫർ ചെയ്യുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വില്ലിങ്നെസ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. എനിക്ക് അതിന് താല്പര്യമുണ്ട്, എന്തോ ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനുള്ള എന്റെ താല്പര്യമാണ് ഇതിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അത് എപ്പോഴും മറ്റനദർ പേഴ്സണോടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സ്വയം എക്സ്പ്രസ് ചെയ്യാൽ അത് വേറൊരു വ്യക്തിയോടാവണം എക്സ്പ്രസ് ചെയ്യുന്നത്. അത് എന്ത് ഉദ്ദേശത്തിലായിരിക്കണം? ആ ഓപ്പോസിറ്റ് വ്യക്തി ഇതിനെ സമ്മതിക്കും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇതിന് ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഓഫർ ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഇതിന്റെ മെയിൻ ഇന്റൻഷൻ എന്ന് പറയും. ഓക്കെ, ഇനി പേഴ്സൺ മേക്കിംഗ് ദ പ്രൊപ്പോസൽ. ആരാണോ പ്രൊപ്പോസൽ മേക്ക് ചെയ്യുന്നത് അവരെ നമ്മൾ എന്ത് പറയും? ആരാണോ പ്രൊപ്പോസൽ മേക്ക് ചെയ്യുന്നത് അവരെ പ്രോമിസർ അല്ലെങ്കിൽ ഓഫറർ എന്ന് പറയുന്നത്.
ഇനി persons to whom the proposal is made, ആർക്ക് വേണ്ടിയാണോ ഇത് മെയ്ഡ് ചെയ്തിട്ടുള്ളത് അവരെ promisee അല്ലെങ്കിൽ offeree. ആരാണോ ചെയ്യുന്നത് അവരെ promisor അല്ലെങ്കിൽ offeror, ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അല്ലെ അവരെ promisee അല്ലെങ്കിൽ offeree. ഇനി ആ offeree അതായത് ആർക്ക് വേണ്ടി ചെയ്ത് ആ വ്യക്തി അത് accept ചെയ്യാണ് offer എങ്കിൽ ആ വ്യക്തിയെ നമ്മൾ promisee അല്ലെങ്കിൽ എന്താ പറയുന്നത് acceptor എന്ന്. ആർക്ക് വേണ്ടി ചെയ്യുന്നത് proposee ആണ്. സോറി നേരത്തെ പറഞ്ഞപ്പോൾ promisee എന്നാ പറഞ്ഞത്. proposee അല്ലെങ്കിൽ offeree. അപ്പൊ ഈ proposee അല്ലെങ്കിൽ offeree അത് accept ചെയ്യുമ്പോൾ offer accept ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി നമുക്ക് എന്ത് പറയാം promisee അല്ലെങ്കിൽ acceptor എന്ന് പറയും. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമ്മൾ നോക്കാൻ പോണ essential അല്ലെങ്കിൽ legal rules of valid offer. അതായത് valid offer ആവണം എന്നുണ്ടെങ്കിൽ അവിടെ അതിന് വേണ്ട legal rules അല്ലെ features, characteristics, essential elements എന്നൊക്കെ പറയാം. എന്തൊക്കെയാണ് വേണ്ടത് എന്നാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. കുറച്ച് പോയിന്റ്സ് ആണ്, നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് the offer must be capable of creating legal relationship. ഓഫർ എപ്പോഴും ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള capability ഉണ്ടായിരിക്കണം എന്നാണ്. അതായത് നമ്മൾ ഒരു ഓഫർ വെക്കുമ്പോൾ ആ ഓഫർ വാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ടു ലീഗൽ റിലേഷൻഷിപ്പ്. ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഒരു സോഷ്യലോ അല്ലെ മോറൽ ആക്ടിനോ പെർഫോം ചെയ്യാൻ വേണ്ടി വെക്കുന്ന ഓഫേഴ്സ് ഒരിക്കലും വാലിഡ് ഓഫർ ആവില്ല. ഓക്കെ, അതിന്റെ മെയിൻ ഇന്റൻഷൻ, അതിൽ വരുന്ന പാർട്ടീസിന്റെ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് അതൊരു ലീഗൽ റിലേഷൻഷിപ്പ് ആയിരിക്കണം. അതിൽ എന്തെങ്കിലും ബ്രീച്ച് ഓഫ് എഗ്രിമെന്റ് വന്നു കഴിഞ്ഞാൽ അതിലെ എഗ്രീവ്ഡ് പാർട്ടീസിന് കോടതി പോവാനും അതിന് വേണ്ട സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനും പറ്റുന്ന ലെവലിലായിരിക്കണം ഓഫർ. അല്ലാതെ സോഷ്യൽ അല്ലെങ്കിൽ ഒരു മോറൽ റിലേഷൻഷിപ്പിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന എഗ്രിമെന്റ്സ് ഒരിക്കലും ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. അതൊരിക്കലും ബൈ കോർട്ടിൽ നമുക്ക് എന്തെങ്കിലും ബ്രീച്ച് വന്നു കഴിഞ്ഞാൽ പോവാൻ പറ്റില്ല. മനസ്സിലായല്ലോ? This is the first point. Second point എന്ന് പറയാം offer must be certain, definite and not vague. Offer എന്ന് പറയുന്ന അതിൻ്റെ ഉള്ളിലെ ടേംസ്, അതിന്റെ ഇൻക്ലൂഡ് ആയിട്ടുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയാൻ ക്ലിയർ ആയിരിക്കും, അല്ലെ ഡെഫിനിറ്റ് ആയിരിക്കും, അല്ലെ certain ആയിരിക്കും. അതിലൊരു രീതിയിലുള്ള കൺഫ്യൂഷൻസും ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ പറയാണ്, ബി എന്ന് പറയുന്ന ഒരു വ്യക്തി, അപ്പൊ എ ബി രണ്ട് വ്യക്തികളുണ്ട്. എന്റെ കയ്യിൽ 5 വീടുണ്ട്. ബിനോട് എ പറയാണ് എന്റെ കയ്യിലെ 5 ഹൗസസിൽ ഒരു ഹൗസ് ഞാൻ നിനക്ക് സെല്ല് ചെയ്യാ എന്ന് പറയാണ്. അപ്പൊ ബി അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഈ എഗ്രിമെന്റ് വാലിഡ് ഓഫർ അല്ല, അവിടെ എ കൊടുത്തിട്ടില്ല. കാരണം 5 ഹൗസിൽ ഏത് ഹൗസാണ് ബിന് കൊടുക്കുക എന്ന് എ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടില്ല. സോ അതൊരു വാലിഡ് ഓഫർ അല്ല. ഓഫറിൽ 5 ഹൗസിൽ ഇന്ന ഹൗസ് ഞാൻ നിനക്ക് ഇത്ര രൂപക്ക് തരാൻ പറഞ്ഞാൽ മാത്രമേ അത് വാലിഡ് ഓഫർ ആവുന്നുള്ളൂ. അപ്പൊ ഓഫർ എപ്പോഴും ഡെഫിനിറ്റ് ആയിരിക്കാൻ, സെർട്ടൺ ആയിരിക്കും, അതിലൊരു കൺഫ്യൂഷൻസും പിന്നീട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, പാടില്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റ് ടു ദ അതർ പാർട്ടി. ഓഫർ എപ്പോഴും ഓപ്പോസിറ്റ് പാർട്ടിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഒരു ഓഫർ കമ്മ്യൂണിക്കേറ്റ് ആർക്ക് വേണ്ടിയാണോ അത് നമ്മൾ മെയ്ഡ് ചെയ്തിട്ടുള്ളത്, ആർക്ക് വേണ്ടിയാണോ അത് മേക്ക് ചെയ്തിട്ടുള്ളത് ആ പേഴ്സണോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ ഓഫർ കംപ്ലീറ്റ് ആവുള്ളൂ. അല്ലാതെ ഓഫറിനോട് ആർക്കാണ് അവരെ നമ്മളെന്തോ ഓഫറി എന്ന് പറയുന്നു, ഓഫറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒരിക്കലും ആ ഓഫർ ഒരു വാലിഡ് ഓഫർ ആവുകയില്ല. ആ കോൺട്രാക്ട് അല്ലെ എഗ്രിമെന്റ് ഒരിക്കലും വാലിഡ് ആവുകയില്ല. കാരണം ഓഫർ ചെയ്യുകയും ആ ഓഫർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് പാർട്ടി ആർക്ക് വേണ്ടി ഓഫർ കമ്മ്യൂണിക്കേറ്റ് അവരത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരു എഗ്രിമെന്റ് വാലിഡ് ആവുക. അപ്പോ എപ്പോഴാണോ ഓഫർ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോഴേ അതൊരു വാലിഡ് ഓഫർ ആവുകയുള്ളൂ. ഓക്കെ, ഇതിലൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, എന്റെ കുഞ്ഞിനെ കാണാതായി. അപ്പൊ എന്റെ കുഞ്ഞിനെ കാണാതായപ്പോ ബിനോട് പറയാണ് എന്റെ കുഞ്ഞിനെ കാണാനില്ല, നീ ഒന്ന് കണ്ടുപിടിച്ച് തരുമോ ചോദിക്കുക. അപ്പൊ ബി അത് അന്വേഷിച്ചു പോയി. ബി അത് അന്വേഷിച്ചു പോയ ശേഷം ഈ ബിന്റെ വിവരം ഒന്നും ഇല്ലാത്ത കുട്ടീനെ കിട്ടാത്ത കാരണം ഒരു പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കുക, ഇതാ ഒരു കുട്ടിയുടെ ഫോട്ടോ കൊടുക്കുകയാണ്, ഈ കുഞ്ഞിനെ കണ്ടുപിടിച്ച് തരുന്ന ആൾക്ക് 5 ലക്ഷം രൂപ ഞാൻ റിവാർഡ് തരും എന്ന് പറയാണ്. അത് ഈ ഒരു വിവരം ബി അറിഞ്ഞിട്ടില്ല. ബി കുട്ടീനെ കണ്ടുപിടിച്ച് എക്ക് കൊടുത്തതിന് ശേഷമാണ് ബി അറിയുന്നത് ഇങ്ങനെ ഒരു റിവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഇത് അറിഞ്ഞപ്പോ ബി
ആ റിവാർഡിന് വേണ്ടിയിട്ട് എനോട് വന്ന് ചോദിക്കുകയും എ കൊടുക്കാതിരിക്കുകയും ചെയ്തു. ബി കോടതി പോയി കഴിഞ്ഞാൽ ഒരിക്കലും ബിക്ക് അനുകൂലമായിട്ടുള്ള വിധി വരില്ല. കാരണം ഈ ഓഫർ ഒരിക്കലും ബിനോട് എ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഓഫർ ബി അറിഞ്ഞിട്ടേ ഇല്ല. ബി പോയതിന് ശേഷമാണ് ഓഫർ വെച്ചിരിക്കുന്നത്. അപ്പൊ ബിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തോടത്തോളം കാലം അത് ബി ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അതൊരു വാലിഡ് ഓഫർ, വാലിഡ് ആക്സെപ്റ്റൻസും ആവുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ബിക്ക് ആ ഒരു കോമ്പൻസേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റ് ടു ദ അതർ പാർട്ടി. ഓഫറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തോടത്തോളം കാലം അതൊരു വാലിഡ് ഓഫർ ആവുന്നില്ല. Fourth point, offer must be made with a view to obtain the assent of the offeree. ഓഫറുടെ അസെന്റ് കിട്ടും എന്നുള്ള ഒരു ഉദ്ദേശത്തോട്, ഇന്റൻഷനോട് കൂടിയിട്ട് വേണം നമ്മൾ എപ്പോഴും ഒരു ഓഫർ ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, ഓഫർ എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മൾ ഒരിക്കലും ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്, എന്റെ കയ്യിലെ കാറ് എനിക്ക് വിൽക്കണം എന്ന് താല്പര്യമുണ്ട് എന്ന് ഞാൻ ബിനോട് പറയാണ്. എന്റെ ഒരു താല്പര്യം, ഒരു വില്ലിങ്നെസ് ഞാൻ പറഞ്ഞു എന്നോളൂ. അപ്പൊ അതൊരിക്കലും വാലിഡ് ഓഫർ ആവണമെന്നില്ല. ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത് ബി അത് മേടിക്കും എന്നല്ല. ബി അത് മേടിക്കണം എന്നുള്ളതും ബി അത് ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞാൽ മാത്രമേ അതൊരു വാലിഡ് ഓഫർ ആവുകയുള്ളൂ. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. അപ്പോ എപ്പോഴും ഒരു ഓഫർ മെയ്ഡ് ഇൻ വിത്ത് ടു ഒബ്റ്റെയിൻ ദ അസെന്റ് ഓഫ് ദ ഓഫർ. ഓഫറിനോട് കയ്യിൽ നിന്ന് അസെന്റ് അല്ലെങ്കിൽ ആ ഒരു ആക്സെപ്റ്റൻസ് കിട്ടും എന്ന് ഉദ്ദേശിച്ചെങ്കിൽ മാത്രം അത് വാലിഡ് ഓഫർ ആവുള്ളൂ. അല്ലാതെ നമ്മളുടെ ഒരു താല്പര്യമോ അല്ലെങ്കിൽ നമ്മളൊരു കാഷ്വൽ ടോക്കിൽ പറയുന്ന ഓപ്പോസിറ്റ് പാർട്ടിനോട് പറയുന്ന കാര്യങ്ങളൊന്നും അതൊരു വാലിഡ് ഓഫർ ആയിട്ട് മാറില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എ ടേം ദ നോൺ കംപ്ലയൻസസ് ഓഫ് വിച്ച് വുഡ് എമൗണ്ട് ടു ആക്സെപ്റ്റൻസ്. അതായത് നമ്മളിപ്പോ ഒരു ഓഫർ ഒരാൾക്ക് ഒരു ഓഫർ കൊടുക്കും. ഒരു എക്സാമ്പിൾ വഴി പറഞ്ഞാൽ കുറച്ചും കൂടി മനസ്സിലാവും. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് എൻ്റെ കയ്യിലുള്ള ഒരു കാറ് വിൽക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് ഒരു കത്ത് എഴുതുകയാണ്. അപ്പൊ എൻ്റെ കയ്യിലുള്ള ഇന്ന കാറ്, ഇപ്പൊ ഒരു ഇന്നോവ കാറ് 10 lakh rupeesന് എനിക്ക് നിങ്ങൾക്ക് വിൽക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ കത്ത് എഴുതുക. അപ്പൊ ആ കത്ത് എഴുതിയ ആൾക്ക് കിട്ടി അത് റിട്ടേൺ എനിക്കൊരു ആക്സെപ്റ്റൻസിന്റെ അല്ലെങ്കിൽ ആളുടെ സമ്മതം അറിയിക്കണല്ലോ. അപ്പൊ 10 ദിവസത്തിനകം നിങ്ങൾ എന്നോട് അതിന്റെ മറുപടി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്തു എന്ന് ഞാൻ കരുതും. അങ്ങനെ പറയാൻ പാടില്ല. ഓഫർ ചെയ്തിട്ട് അതിൽ അങ്ങനെ ഒരു ടേംസ് പറയല്ല. ഇഫ് ദ ഓഫർ ഈസ് നോട്ട് ആക്സെപ്റ്റഡ് ബിഫോർ എ സർട്ടൻ ടൈം ഇറ്റ് വിൽ ബി പെർസ്യൂംഡ് ടു ഹാവ് ആൻ ആക്സെപ്റ്റൻസ്. അതായത് പെർട്ടിക്കുലർ ടൈമിന്റെ അകത്ത് നിങ്ങൾ റിപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് ആക്സെപ്റ്റൻസ് ആയി കണക്കാക്കും എന്ന് പറയാൻ പാടില്ല. ഓക്കെ, അതാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും വാലിഡ് ഓഫർ ആവില്ല. വാലിഡ് ഓഫർ, ദ ഓഫർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ, അങ്ങനെ ഒരു ടേമേ ഉണ്ടാവാൻ പാടില്ല. നോ കംപ്ലയൻസസ് ഓഫ് വിച്ച് വുഡ് എമൗണ്ട് ടു ആക്സെപ്റ്റൻസ്. അത് കൃത്യമായി ഓഫർ ചെയ്യുകയും കൃത്യമായി ഞാൻ അത് സമ്മതിച്ചു എന്ന് ഓഫർ പറയുകയും ചെയ്താൽ മാത്രമേ ഓഫർ വാലിഡ് ഓഫർ ആവുകയുള്ളൂ. ഓക്കെ, ദ ഓഫർ മേ ബി കണ്ടീഷണൽ. ഓഫർ എപ്പോഴും ഓഫറിൽ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആർക്ക് വേണ്ടിയാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. അതറിയാത്തോടത്തോളം കാലം ആ കണ്ടീഷൻസിനെ കുറിച്ചിട്ട് ഓഫറിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതുവഴി എന്തെങ്കിലും ബ്രീച്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഓഫറി അതിന് ബാധ്യസ്ഥയല്ല. പക്ഷേ നമ്മൾ കുറെ കോൺട്രാക്റ്റില് കുറെ കാര്യങ്ങളുടെ ഇൻബിൽഡ് ആയിട്ട് കുറെ കണ്ടീഷൻസ് ഉണ്ടാവും. അത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്തെങ്കിലും LIC പോളിസീസ് അങ്ങനെ അല്ലെങ്കിൽ ലോൺസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടിക്കറ്റ്, റെയിൽവേ ടിക്കറ്റ് ഒക്കെ എടുക്കുമ്പോൾ അതിന്റെ ബാക്കിൽ കണ്ടീഷൻസ് ഉണ്ടാവും. ടേംസ് ആൻഡ് കണ്ടീഷൻ നിർബന്ധമായും വായിച്ചിരിക്കണം പറഞ്ഞിട്ട് നമ്മൾ പരസ്യങ്ങളിലൊക്കെ കേട്ടിട്ടില്ലേ? അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഇൻവോൾവ് ചെയ്യുമ്പോൾ അതിന്റെ കണ്ടീഷൻസ് കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടാവണം എന്ന് പറഞ്ഞു. അത് വായിക്കാതെ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾക്ക് അതിൽ എന്തെങ്കിലും ലോസസ് വന്നു കഴിഞ്ഞാൽ ആ കമ്പനി അതിന് ഉത്തരവാദിത്തമല്ല. അപ്പൊ നമ്മളുടെ ഉത്തരവാദിത്തമാണ് അത് വായിക്കണം എന്നുള്ളത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ റെയിൽവേ ടിക്കറ്റിന്റെ കാര്യത്തിന് അതിന്റെ ബാക്കിലെ കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പൊ അതിൽ പോകുന്ന വഴി അതിൽ എന്തെങ്കിലും ഇഞ്ചുറി വന്നു പറഞ്ഞിട്ട് കോടതി പോയിട്ടുണ്ടെങ്കിൽ അവർ പറയും ആ കണ്ടീഷൻസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ളത്. അപ്പൊ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഫോർ കണ്ടീഷൻ ടു സീ ബാക്ക് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പലതിലും നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ടീഷൻസ് നിർബന്ധമായി വായിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നിട്ട് അതിനെതിരെ നമുക്ക് കോടതി പോകാൻ പറ്റില്ല. പക്ഷെ ചില കണ്ടീഷൻസ് അഗെയിൻസ്റ്റ് പബ്ലിക് പോളിസി ആണ് എന്നുണ്ടെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കോടതിയിൽ എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഈ കണ്ടീഷനിൽ ഓഫറിക്ക് എന്തെങ്കിലും ഓഫറുടെ ഭാഗത്ത് തെറ്റുകൊണ്ടാണ് വന്നെങ്കിൽ ഓഫറിക്ക് അത് കോടതി പോകാൻ പറ്റില്ല. പക്ഷെ അതേപോലെ അവർ കൊടുത്ത കണ്ടീഷൻസ് പബ്ലിക് പോളിസിക്ക് അഗെയിൻസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടും കോടതി വിധിക്കില്ല. ഓക്കെ,
നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ ഈസ് നോട്ട് ആൻ ഓഫർ. ഒരു പല കാര്യങ്ങളും നമ്മൾ എന്താ കാണുക, ഇൻവിറ്റേഷൻ കാണും. അതായത് എന്താ പ്രൈസ് ലിസ്റ്റ്, കാറ്റലോഗ്സ്, ഇപ്പൊ ചില ഷോപ്പുകളിൽ ഗുഡ്സിന്റെ ഡിസ്പ്ലേ ഉണ്ടാവും, പിന്നെ കമ്പനിയുടെ പ്രോസ്പെക്ടസ്, അതിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇന്ന ഷെയർ ഇത്ര രൂപക്ക് തരാ എന്ന് പറയാം. അതൊരു ഇൻവിറ്റേഷനാ. ആ ഇൻവിറ്റേഷൻ ഒരിക്കലും ഓഫർ ആയിട്ട് കണക്കാക്കാൻ പാടില്ല. ആ ഇൻവിറ്റേഷൻ നമ്മൾ കണ്ടിട്ട് അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനുശേഷം ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ഇപ്പൊ ഒരു ഹോൾസെയിൽ ഡീലറോ ഒരു റീറ്റെയിൽ ഡീലറോ, ഹോൾസെയിൽ ഡീലറുടെ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ലിസ്റ്റ് ഉണ്ടാവും, കാറ്റലോഗ്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് റീറ്റെയിൽ ഡീലർ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് പ്രൈസ് ലിസ്റ്റ് അതിന് കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഓഫർ ചെയ്യുന്നത്. ആ ഓഫർ കൊടുക്കുമ്പോൾ അതിന്റെ ഡിസ്കൗണ്ട് എത്ര, അതിൽ ഏത് രൂപക്ക് തരാൻ പറ്റും, എങ്ങനെയൊക്കെ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ കൊടുത്ത് അതിനെ ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആദ്യം എന്ന് പറയുന്ന അവരുടെ കയ്യിലുള്ള കാര്യങ്ങളുടെ ഒരു ഇൻവിറ്റേഷൻ ആണ്. അപ്പൊ ഇൻവിറ്റേഷൻ ഒരിക്കലും ഒരു ഓഫർ ആയിട്ട് കണക്കാക്കാൻ പാടില്ല എന്നാണ്. കൊട്ടേഷൻസ്, കാറ്റലോഗ്, അഡ്വർടൈസ്മെന്റ്, ഇപ്പൊ ന്യൂസ് പേപ്പറിൽ വരുന്ന ന്യൂസസ് ഉണ്ടാവില്ലേ, സെയിൽ നടത്താൻ പോവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സർക്കുലംസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊന്നും ഒരു ഓഫർ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാ പറയുന്നത്. Last one but not least, the offer may be positive or negative. Simple ആണ്. ഒരു ഓഫർ എപ്പോഴും പോസിറ്റീവോ നെഗറ്റീവോ ആയിരിക്കും. ഒരു ഓഫർ എന്തെങ്കിലും കാര്യം ചെയ്യാൻ, അതായത് ഡു സംതിങ് എന്നാണ് പറയണമെങ്കിൽ അത് പോസിറ്റീവ് ഓഫർ എന്നും, അതേപോലെ അപ്പൊ എന്തെങ്കിലും നെഗറ്റീവ് ഓഫർ എന്ന് പറയും നോട്ട് ടു ഡു സംതിങ്, എന്തെങ്കിലും കാര്യം ചെയ്യില്ല എന്നാണ് പറയുന്നത്. നോട്ട് ടു ഡു സംതിങ് എന്ന് പറയുമ്പോൾ അതെന്താ നെഗറ്റീവ് ഓഫർ. ചെയ്യാന്നെങ്കിൽ പോസിറ്റീവും, ചെയ്യില്ല എന്നാ പറയണമെങ്കിൽ നെഗറ്റീവ് ഓഫറും ആണ്. ഓക്കെ, ഇത്രയോളം ഇന്നത്തെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കേണ്ടേ. ഓരോ പോയിന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഷോർട്ട് എസ്സേക്ക് ചാൻസസ് ഉള്ള ഒരു ഏരിയ ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, നമുക്ക് അവിടെ ക്ലിയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.